ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് 14ാമത്തെ ക്ലാസ് ആണ് നമ്മൾ കാണുന്നത്. ഖബർ സിയാറത്താണ് ഇതിലെ പരാമർശ വിഷയം. ഖബർ സിയാറത്ത് പുരുഷന്മാർക്ക് സുന്നത്താണ്, സ്ത്രീകൾക്ക് കറാഹത്താണ് പൊതുവിൽ. എന്നാൽ ഒരു കുഴപ്പമുണ്ടാകുന്ന, ഒരു നാശം, ഒരു ഹറാം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയത്താണെങ്കിൽ ഇത് ഹറാമുമാണ്. എന്നാൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ സുന്നത്താണ്. പക്ഷെ സ്ത്രീകൾ ഇത്തരം സ്ഥലത്തേക്ക് പോകുമ്പോൾ മതനിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ സിയാറത്തിന് പോകാവൂ. എന്നാൽ വളരെ പ്രായമുള്ളവരും മറ്റുമൊക്കെ ഇത്തരം പോകുന്നത് കൊണ്ട് തെറ്റില്ല. അവർക്ക് സിയാറത്തിന് പോകുന്നത് കൊണ്ട് വാഹനം ഇല്ലെങ്കിലും അവർക്ക് നടന്നും പോകുന്നത് കൊണ്ട് തെറ്റില്ല. എന്നാൽ സിയാറത്തിന് പോകുന്ന സമയത്ത് വുളു ഉണ്ടാവുക സുന്നത്താണ്. അവിടെ സിയാറത്തിൽ ചെന്നാൽ പൊതുവിൽ സലാം പറയുക, പിന്നെ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നവരെ പ്രത്യേകം സലാം പറയാം. അതായത് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അങ്ങനെ പൊതുവിൽ സലാം പറയാം. ഇപ്പോ പിതാവിനൊക്കെ ആണെങ്കിൽ അസ്സലാമു അലൈക്കും യാ അബി എന്ന് പ്രത്യേകം അവരെ സലാം പറയും. രണ്ടാമത് ഇങ്ങനെയാണ് സലാം പറയേണ്ടത്. അതിനുശേഷം അവിടെ വെച്ച് നമുക്ക് യാസീൻ ഓതാൻ സൗകര്യമുള്ള സമയമാണെങ്കിൽ യാസീൻ ഓതാം. ഒരു 5-10 മിനിറ്റ് അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ യാസീൻ ഓതുക. ഇനി അതല്ലെങ്കിൽ ഫാത്തിഹയോ മറ്റ് ഖുർആൻ സൂറത്തുകളോ ഓതുക. എന്നിട്ട് അതിനുശേഷം ഖിബിലക്ക് തിരിഞ്ഞ് ദുആ ചെയ്യുക. സിയാറത്ത് ചെയ്യുമ്പോൾ അവരിലേക്ക് തിരിയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്, ദുആ ചെയ്യുകയും ചെയ്യേണ്ടത്. സിയാറത്ത്, പ്രത്യേകിച്ച് മഹാന്മാരെ സിയാറത്ത് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അതും ഇടയ്ക്കിടെ സിയാറത്ത് ചെയ്യുന്നത് ആണ് ഒരു സത്യവിശ്വാസിയുടെ രീതി. അതുപോലെ മഹാന്മാരുടെ ഖബറിന്റെ അടുക്കൽ അല്പം നിൽക്കുന്നത്, അവർ സമയം ചെലവഴിക്കുന്നത്, അതും നല്ലതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും നന്മയുണ്ടാകാൻ കാരണമാകും. മഹാന്മാരുടെ ചാരത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കും സ്വീകാര്യതക്ക് സാധ്യത കൂടുതലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേസമയത്ത് ഖബറും പുറത്തു പോയാൽ ഖബർ ചുംബിക്കുക കറാഹത്താണ്. അല്ലെങ്കിൽ ഖബർ ചുംബിക്കുക, അത്തരം സംഗതികൾ ചെയ്യുന്നത് കറാഹത്താണ്. എന്നാൽ ഔലിയാക്കളും സ്വാലിഹീങ്ങളുടെ ഖബറാണെങ്കിൽ ഒരു ബറക്കത്ത് എന്നുള്ള രീതിയിൽ അത് തൊട്ടുമുത്തുന്നത് അത് സുന്നത്താണ്. കാരണം അവിടെ നമ്മൾ ഇസ്ലാമിലെ ഷിയാറിനെ ആദരിക്കുന്നു എന്നതാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. മറിച്ച് ഇവരെ ആരാധിക്കലല്ല, ആദരിക്കലാണ്. ആദരിക്കലെന്ന് പറയാണ്, ആരാധിക്കലെന്ന് പറയാണ്. ആരാധിക്കുക എന്ന് പറയുന്നതിന്റെ പ്രധാനം ഒന്നുകിൽ ആരാധനക്ക് വേണ്ടി മാത്രം തീരുമാനിച്ച സുജൂദ് ചെയ്യുക, അത് ആരാധനയുടെ ഒരു രൂപമാണ്. അതല്ലെങ്കിൽ ഈ കക്ഷിയെക്കുറിച്ച്, ആരാധിക്കപ്പെടുന്ന വിഷയെക്കുറിച്ച് ആരാധനാകർഹനാണെന്ന് വിശ്വാസത്തോടെ ചെയ്യുക. ആ വിശ്വസിക്കുന്നതോടെ തന്നെ അത് കുഫ്റാണ്, ശിർക്കാണ്. അതോടൊപ്പം ആ ശിർക്കിന്റെ പേരിൽ ഈ ചെയ്യുന്നതും ശിർക്ക് തന്നെയാണ്. എന്നാൽ ഈ വിശ്വാസം ഇല്ലാതിരിക്കുന്ന സമയത്ത് അവർ ബറക്കത്തിന് വേണ്ടി, അതായത് മഹാന്മാരാണെന്ന വിശ്വാസത്തോടുകൂടെ ബറക്കത്ത് എന്ന നിലക്ക് അവിടെ തൊട്ടുമുത്തുന്നതോ അത് എന്തല്ല, കറാഹത്തുമല്ല, തെറ്റുമല്ല. അവിടെ ഖബർ അപ്പോഴും ചുംബിക്കുക എന്ന ശൈലി പൊതുവെ പഠിപ്പിക്കപ്പെട്ടതല്ല. എന്നാൽ അവിടെ ഖബറിന്റെ പുറത്തുള്ള ആ വസ്തുവൊന്നും താബൂത്തൊന്ന് ചുംബിച്ചാൽ അത് തെറ്റുമല്ല. ബറക്കത്ത് ഉദ്ദേശിച്ചാണ് തെറ്റുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ജീവിതകാലത്ത് ഒരാളെ കൈ ചുംബിക്കുന്നുണ്ടെങ്കിൽ ആ അർത്ഥത്തിലേ ചുംബിക്കാം. ജീവിതകാലത്ത് നമ്മൾ അടുത്തു പോകാൻ പോലും ആദരവ് കാണിക്കുന്ന മഹാന്മാരെ, സ്വാലിഹീങ്ങളെ, അവരടുത്ത് ജീവിതത്തിൽ അവരുടെ വഫാത്ത് കാലത്തും അതുപോലെ തന്നെയാണ് പെരുമാറുന്നത്. അവരോട് പെരുമാറുന്ന സമയത്തും നമ്മൾ വെച്ചു പുലർത്തുന്ന ആശയം അവർ സൃഷ്ടികളാണ്. മഹാന്മാര് എന്ന രീതിയിൽ ആ ദീനിനോട് കാണിക്കുന്ന ആദരവാണ് അവരോട് കാണിക്കുന്നത്. ആദരവ് മാത്രമാണ് അവിടെ കാണിക്കുന്നത്. അത് ഇസ്ലാമിൽ പുണ്യമാണ്. ഇതാണ് ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.